back to my YouTube channel, Little Blogs. This is Anida. So, ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ ഔട്ടിംഗ് വ്ളോഗാണ്. നമ്മൾ സൺഡേ ആയിട്ട് പുറത്ത് പോകുന്നുണ്ട്. നമ്മൾ വെട്ടുകാട് പള്ളിയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട്. പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. സോ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ കാണിക്കാറ് നമ്മൾ പോകാൻ അപ്പോൾ നമ്മൾ ഹൈവേ വഴിയാണ് പോകുന്നത്. പുതിയ ഹൈവേ ആണ്. സോ നമ്മളോട് ഉള്ളത് ചേച്ചിയുണ്ട്, മമ്മിയുണ്ട്, അപ്പാപ്പനുണ്ട്, മാവനുണ്ട്, പിന്നെ ഞാനുണ്ട്. അപ്പം നമുക്ക് പോവാം. സോ ഗൈസ് നമ്മളിതാ വേലിയിലെത്തിയിട്ടുണ്ട്. ഇതാണ് വേലിയുടെ ഫ്രണ്ട് സൈഡ്. സോ ഗൈസ് നമ്മൾ വേലിയിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വേലിയുടെ അകത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. തിരുവനന്തപുരം ജില്ലയിലെ ടൂറിസ്റ്റ് പ്ലേസ് ആയ വേലിയിൽ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറാൻ പോയാൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. സോ നമുക്ക് അകത്തുള്ള വിശേഷങ്ങൾ കാണാം. ഈ അകത്തോട്ട് എൻജോയ് ചെയ്യാൻ പോകാം.
ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ചായ കുടിക്കുന്നില്ല, ഇവരൊക്കെ ചായ കുടിക്കുകയാണ്. സോ ഇവിടെ ബോട്ടിംഗ് നടക്കാണ്. അപ്പം ഞാൻ അടുത്ത വീക്ക് നെക്സ്റ്റ് വീക്ക് ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട് ഇവിടെ വെളിയിലൊക്കെ. അപ്പം ഞാൻ ബോട്ടിങ്ങിന് പോകാറില്ല, സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ പോകും. സോ ഇന്നിപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകണമല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേളിക്കകത്തുള്ള പാർക്കാണ്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ. അപ്പം 6 മാസത്തിന് ശേഷം ഇവിടെ കുറേ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കാണാം. ജ്യൂസ് കുടിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ കൊളാമയെ കാണിച്ചു തരാം. പാർക്കിലോട്ട് പോവാണ്. സോ ഗായ്സ്, ഞാനും എൻ്റെ ചേച്ചിയും കൂടെ പിന്നാലെ ആടാണ് അവിടെ ഇരുന്നിട്ട്. നല്ല രസമാണ് ഇങ്ങനെ ആടാനായിട്ട്. ഇപ്പം ഞാൻ ഫോട്ടോ എടുക്കാണ്. അപ്പം ഞാനിപ്പോൾ ഒരു കുഞ്ഞ് കല്ലുകൾ പാറ അങ്ങനെയൊക്കെ ഇവിടെ കുറച്ച് മരമൊക്കെ ഉണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഫീലാണ് ഇടുന്നത്. അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാം. ഞാൻ വീഡിയോ എടുക്കാനായിട്ടേക്ക് മീനുകളൊക്കെ പോയായിരുന്നു, കുറേ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഫോട്ടോകളൊക്കെ എടുക്കട്ടെ ഗൈസ്. ഞാൻ എടുക്കുന്ന ഫോട്ടോകളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഫോട്ടോസൊക്കെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ വേളിക്കകത്തൂടെ നടന്നിരിക്കുകയാണ്. ഞാൻ പുതിയ കാര്യങ്ങൾ കാണിച്ചു തരാം. സ്പീഡ് ബോട്ട് പാഞ്ഞു പോയത് ഡിഫറെൻറ്റ് ഡ്രൈവാണ്. വെള്ളമൊക്കെ ഇങ്ങനെ നല്ല കിടന്നത് വൈകുന്നേരമുള്ള ബോട്ട് യാത്രയാണിത്. അപ്പം ഞാനിപ്പോൾ കയറി നമ്മളെല്ലാം കേൾക്കുന്നില്ല, എല്ലാം വന്ന് സമ്മതിക്കുന്നില്ല. എന്തായാലും ഈ ബോട്ടിൽ പോകുന്നവർക്ക് നല്ല വൈബായിരിക്കും. സോ നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാം.
സോ ഗായ്സ് ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞുള്ള വ്യൂ ഇതാണ്. റെസ്റ്റോറൻറ്റിലാണ്. ഇപ്പോൾ നമ്മൾ ടീ കുടിക്കാൻ വേണ്ടിയാണ് കയറുന്നത്. ബോട്ടുകൾ പോകുമ്പോൾ ഈ ഹൗസ് ബോട്ട് പോലെ ഇരിക്കുന്ന റെസ്റ്റോറൻറ്റ് വെള്ളത്തിനോട് പൊങ്ങിയും താഴുകയും ചെയ്യും. അതുപോലെ ഇത് അഴിച്ചു വിട്ടാൽ തന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ട് പാർക്കിംഗ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോകാം. ഇതിന്റെ പാലം കണ്ടിട്ട് എന്നെ പേടി തോന്നുന്നു. ഞാൻ ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ മെനു ആണ്. സോ ഇതൊക്കെയാണുള്ളത്. ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ പപ്സാണ്. അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സോ ഗൈസ് നമ്മൾ പാലത്തിൽ കയറിയിട്ടുണ്ട്. ഈ പാലം വെള്ളത്തിലൊരു സാധനത്തിലാണ് ഈ പാലം വച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നടക്കുമ്പോൾ നല്ല ഷേക്കാവും. എനിക്ക് ഭയങ്കര പേടി തോന്നിയില്ല നടന്നപ്പോൾ. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അത്ര പേടിയൊന്നും ഇല്ലായിരുന്നില്ല. പോയപ്പോൾ നല്ല പേടിയായിരുന്നു. അപ്പം നല്ല രസമാണ്. അപ്പം ഞാൻ പോയി അപ്പുറത്തെത്തിയിട്ട് കാണാം. സോ ഗായ്സ് ഇവിടെ കൂടെ ട്രെയിൻ പോവുകയാണ്. സോ ഇന്നത്തെ ടിക്കറ്റ് എല്ലാം ട്രെയിനിൻ്റെത് ബുക്കായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കയറാൻ പറ്റിയില്ല. അപ്പം നിങ്ങളിവിടെയൊക്കെ വന്നിട്ട് ട്രെയിനിൽ കയറി ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ട്രെയിനിൽ കയറണമെന്നുണ്ട്. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇവിടെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ. ചോക്ലേറ്റ് ചേച്ചിക്കാണ് ഐസ്ക്രീം. സോ ഗൈസ് ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയറോപ്ലെയിനാണ്. സോ ഞാൻ കണ്ടു.
അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ കളിക്കാതെ കാരണം ഇവിടെ നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ട് പോവായിരുന്നു. സോ ഗൈസ് നമ്മളിതാ തിരിക്കാൻ പോവാണ്. ഇവിടെ നമ്മളൊരു സ്കൂളിൻ്റെ അകത്തായിരുന്നു പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒട്ടും പാർക്കിങ്ങിന് സ്ഥലമില്ലായിരുന്നു. അപ്പം ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ശബ്ദം കാരണം എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ലൈറ്റൊക്കെ നല്ല ഷൂട്ട് ചെയ്യും, നല്ല രസമുണ്ട്. ഇപ്പം ഇവിടെ പള്ളിപ്പെരുന്നാൾ നടക്കുകയാണ്. സോ നമ്മൾ ഹലുവ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന്. ഏതൊക്കെ കളറുണ്ട്, റെയിൻബോ ഹലുവ എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ വേറൊരു സ്വീറ്റായിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ലഡുവും വേറൊരു സ്വീറ്റായിട്ടുള്ള സാധനം. ദെൻ കോൺ, ഇത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കോൺ കഴിച്ചില്ല, നമ്മൾ വാങ്ങിച്ചപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇനി വീട്ടിലോട്ട് പോവാം.